ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ആൽബിൻ ഷോയി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഗമൺ ഉളുപ്പുണി പോയല്ലോ. ഉളുപ്പുണി എല്ലാവരും ഒരുമാതിരി എല്ലാവരും പോയിട്ടുള്ള സ്പോട്ടുകളാണ്. പക്ഷേ എന്നാലും നമ്മൾ ഉളുപ്പുണി ടണലിൽ അവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് റോഡുണ്ട്, അതിലേ പോയാൽ നമുക്ക് എവിടെ എത്തുമെന്ന് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് നമ്മൾ വണ്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തു. ഇതിപ്പോൾ നമ്മുടെ വാഗമണിനടുത്ത് തന്നെയായിട്ടുള്ള ഒരു സ്പോട്ടാണ്, നല്ല ഹിഡൻ സ്പോട്ടാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നൈസ് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് ഉളുപ്പുണിയിലേക്ക് പോകാനുള്ള പ്ലാനിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ ഉളുപ്പുണിക്ക് പോവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് കയറാൻ പറ്റാത്ത ടോപ്പ് മലയാണ് കേട്ടോ. നമ്മുടെ കൈയൊക്കെ പോയ മലയാണിത്. ഇവിടെ ആയിരുന്നു നമ്മൾ കയറാൻ വേണ്ടി ഇരുന്നത്. ആ ടോപ്പിൽ നിന്ന് നമുക്ക് ഈ വാഗമൺ കാണുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഏലിയസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ആലഞ്ചേരി പിതാവിൻ്റെ പെങ്ങടെ മകനാണ്. പുള്ളിക്ക് ഇവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ ഇവിടെ നിന്ന് കമ്പനിക്കുണ്ട്. എന്ത് രസമാണ് നോക്കിയ ഫ്രണ്ട്സ്, നോക്കി എന്ത് രസമാണ്. നമുക്ക് ലോങ് വ്യൂവിൽ ഈ മലയുടെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വണ്ടി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും നമ്മുടെ കൂടെ ഇന്ന് ആരും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അധികം പറ്റില്ല. പക്ഷേ നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ് നമ്മളിന്ന് കൂടുതൽ ഇടുന്നത്. അപ്പോൾ അത് കുറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിത് ഉളുപ്പുണിയാണ്, ഉളുപ്പുണി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉളുപ്പുണി റോഡിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. ഇങ്ങനത്തെ വഴിയെ മുഴുവനും നമുക്ക് ഓടിയെത്താൻ ഒരുപാട് സമയം എടുക്കും. അത്രയ്ക്കും വഴി മോശമാണ്. ഇത് ഉളുപ്പുണി എന്നുള്ള വെള്ളം, ടണലിലേക്കുള്ള വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. നമ്മളിത് ടണലിൻ്റെ തൊട്ട് മേളിലേക്ക് വന്നു. ഇനി ഇത് ഈ ടണൽ ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറം ചെല്ലുന്ന റോഡാണ്. നമ്മൾ ഇന്നേ വരെ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതിൽ നമ്മൾ പോയാൽ കോട്ടമല എന്ന ഒരു സ്ഥലത്ത് ചെല്ലും എന്നാണ് പറയുന്നത്. കോട്ടമല ഓഫ് റോഡ്, വാഗമൺ ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് കോട്ടമല വന്നിട്ടാണ് വാഗമൺ വരാറ്. പിന്നെ ഇതിലെ ഈ ഓഫ് റോഡ് വണ്ടിക്കാരും പോകാറില്ല, ഭയങ്കര കാടാണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ചുരുളി ഫിലിമിലൊക്കെ കാണുന്ന പോലെ കാടാണ്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഉളുപ്പുണി ടോപ്പ് വ്യൂ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കോട്ടമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഒന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കാടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയാകും കേട്ടോ. നൈറ്റൊക്കെ വന്നാൽ അതുപോലെ പേടിക്കണം. അത്രയ്ക്ക് ഹെവി ആട്ടോ. അതേ കാടാന്ന് പറഞ്ഞില്ല, അതിൻ്റേതായിട്ടുള്ള പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞില്ല, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ഇതാണ് ഏരിയാസിൻ്റെ വണ്ടി. പുള്ളിക്ക് ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ, ഗൂർക്ക അങ്ങനെയുള്ള ഒരുപാട് വണ്ടിയുണ്ട്. പുള്ളി ഭയങ്കര വണ്ടിപ്രാന്തനാണ്, നമ്മളെപ്പോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി കേട്ടോ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈലൈറ്റ് ആട്ടോ. അപ്പം നമ്മളിത് കാടായതുകൊണ്ട് പൊതുവേ ഒരു അട്ടയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു, ഇതാണ് വർഗീസ് ചേട്ടൻ. അട്ടയുണ്ട്, സൂക്ഷിക്കണം, കാലിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ വർഗീസ് ചേട്ടൻ്റെ കാലിൽ അട്ട കയറി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാലെ കയറിയിട്ട് ഇത് കളയാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഉപ്പോ ലാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം കളയുള്ളൂ. അപ്പം നമ്മൾ ഒരു വെറൈറ്റി പരീക്ഷണം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വർഗീസാനെ കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ചെയ്തതൊക്കെ ഒരു സംഭവമായിരുന്നു. വണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അടുപ്പിച്ചിട്ട് പുകച്ചിട്ട് എന്നെ കളഞ്ഞാലോ എന്നൊരു പ്ലാനിങ് ഉണ്ട്. കട്ടത് പുകഞ്ഞ് പോയി. എന്നിട്ട് പുള്ളി ചാടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളത്തിൽ മുക്കി അങ്ങ് ഓടിച്ചു. എങ്ങനെയുണ്ട്? വെറൈറ്റി പരിപാടിയാണ്. ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നായാലും ഞങ്ങളിത് പരീക്ഷിച്ചു, അട്ട പോവുകയും ചെയ്തു. നമുക്കിനി നേരെ ഉളുപ്പുണിയിൽ നിന്നുള്ള റോഡാണ് കേട്ടോ. നമുക്ക് കോട്ടമല റോഡ് പിടിക്കാം. അവിടെ എങ്ങനെയാണ് നമ്മൾ ചെല്ലുമ്പോൾ എവിടെ ചെല്ലുമെന്നും അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വഴി നിന്നൊരു ചേട്ടനെ കിട്ടിയിട്ടോ. ചേട്ടൻ്റെ പേര് സ്റ്റീഫൻ എന്നാട്ടോ. സ്റ്റീഫൻ നെടുമ്പള്ളിയല്ല, വെറും സ്റ്റീഫൻ. ആൾക്കാരെല്ലാം നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അത് കാപ്പിയും. ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഇത്രയും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഫുൾ കാടൊക്കെ ആണെന്നാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വന്ന ഒരു പാലം, എനിക്ക് ഒരു ഇരുമ്പ് പാലമാണെന്ന് തോന്നുന്നു കേട്ടോ.
എന്തായാലും ഇവിടെ വന്നു. ഇവിടുന്ന് ഞങ്ങൾ മേളിലേക്ക് കയറാൻ ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് ഭയങ്കര ടാസ്ക്കാണ്. ഇവിടുന്ന് ഭയങ്കര ഒരു കുഴിയും ബെൻഡൊക്കെയാണ് കേട്ടോ, ഭയങ്കര ഓഫ് റോഡാണ്. ഇനി ഇവിടെ ഒരു ഹൈലൈറ്റ്, രണ്ടാമത്തെ ഹൈലൈറ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം. അത് ഏലിയാസിൻ്റെ വണ്ടി മേലോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ എൻ്റെ വണ്ടി കയറിയില്ല. ഇനി എന്താണ് സംഭവത്തില്ല. ചിലപ്പോൾ ആ വണ്ടി ഇത് 4+1 വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് കറക്ക കൂടുതലാണ്, റോഡിൽ വെച്ച് ഇവിടെ സ്പീഡുള്ള കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടും ഇത് വണ്ടി കയറിയില്ല. പക്ഷേ നമ്മളത് എന്തായാലും വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നുള്ളൊരു പ്ലാനിങ് തന്നെ ആയിരുന്നു. അന്ന് നമ്മൾ വണ്ടി കയറ്റും, അത് വേറൊരു കാര്യം. വണ്ടി കയറാൻ വേണ്ടി പിന്നെ ആ ചേട്ടന്മാർ വർഗീസ് ചേട്ടനും സ്റ്റീഫൻ ചേട്ടനോട് കൂടി കുറേ കല്ലൊക്കെ ഇട്ട് വന്നു. പിന്നെ തള്ളിയും ബാക്കി കുറേ വണ്ടി ആട്ടിയൊക്കെയാണ് നമ്മൾ കയറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി കയറലാണ് കേട്ടോ. പിന്നെ ഇത് അകത്തുനിന്നുള്ള വ്യൂ ആണ്. ഞാനും ഭാഗത്ത് കുറേ കയറിയെന്ന് ഞാനും കുറേ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും കയറ്റാൻ, പക്ഷേ വണ്ടി കയറുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പരാജയപ്പെട്ടെന്ന് ഉറപ്പായി. പിന്നെ വണ്ടിയും ചാടി ഇറങ്ങി. പിന്നെ അടുത്ത പരിപാടി നമ്മൾ നോക്കി തള്ളി കയറ്റി. ഇതൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ നമ്മൾ ചോദിക്കും കേട്ടോ, നിങ്ങളെ വണ്ടി ഇനി കയറുമോ, ഇനി ഇതും തള്ളണോ എന്നോട് ചോദിക്കും. സ്റ്റീഫൻ ചേട്ടൻ ചോദിച്ചോ ചോദ്യം നിങ്ങൾ കേട്ടോണേ. അപ്പൊ കയറിയെന്ന് പറഞ്ഞ വണ്ടി ഈ ഓഫ് റോഡ് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്കും നമ്മുടെ കാര്യവും. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമ്മളത് കാണിച്ചു കൊടുത്തു. സ്റ്റീഫൻ ചേട്ടൻ മേളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു നന്നായിട്ട് നോക്കുന്നുണ്ട്. ജസ്റ്റ് ആ സൈഡിൽ കൂടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഞങ്ങൾക്ക് കാണാം. അപ്പം നമ്മളൊരു ചലനം പോലും ഇല്ലാണ്ട് വണ്ടി മേളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാനൊരു മോട്ടിവേഷൻ തരാമല്ലോ, അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ തോറ്റു കൊടുക്കും അല്ലെ തോറ്റു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകാതിരിക്കുക. ആൾക്കാർ തോറ്റു പോകുമെന്ന് പറയുന്നിടത്ത് നമ്മൾ വിജയിച്ച് കാണിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പവർ. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുത്തു. അപ്പോൾ നോക്കിയത് പശുവൊക്കെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആൾ താമസമുള്ള സ്ഥലമെന്ന് മനസ്സിലായി. എൻ്റെ നാട്ടിൽ വണ്ടിയോ ദൈവമേ എന്നും പറഞ്ഞാണ് എൻ്റെ പശുവൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ ഉള്ളിലേക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഓരോരുത്തരുടെ വീടും പരിസരമൊക്കെ നല്ല പൂക്കളും നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് എത്ര ഭംഗിയായിട്ടാണ് ഇവരൊക്കെ വെച്ചേക്കുന്നത് നോക്കി. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ അപൂർവമായിട്ടൊക്കെ വരുന്നുള്ളൂ, പക്ഷേ ആ പരിസരങ്ങളൊക്കെ സെറ്റപ്പായിട്ടാണ് വെച്ചേക്കുന്നത്. മലയിഞ്ചിയാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇത്രയും ഉള്ളിലേക്ക് റോഡ് സൈഡിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ മലയിഞ്ചി ഇത്രയും അടിപൊളിയായിട്ട് റോഡ് സൈഡിൽ കൃഷി ചെയ്തേക്കുന്നത് കാണുന്നത്. എല്ലാവരും മലയുടെ മുകളിലേക്കാണ് കേട്ടോ ഈ മലയിഞ്ചി കൂടുതലും വെക്കാറ് കേട്ടോ. പെട്ടെന്നുണ്ട് ഏലം പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് മലയിഞ്ചിയാണ്. ഇപ്പോൾ ഇത് കാപ്പിയും കൃഷികളെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വണ്ടികളൊക്കെ വരവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ ഇതുപോലെ കാട് പിടിച്ച് റോഡിലേക്ക് കിടക്കുന്നത്. വണ്ടി കുറവാണ്, ഇതുപോലെ വണ്ടി റെയറായിട്ട് ഇതിൽ വരാറുള്ളൂ. ഈ കാണുന്നത് ഭയങ്കര കുഴിയാണ് കേട്ടോ. നമ്മളത് ക്രോസ് ചെയ്ത് പോകുന്നുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ അറിയത്തില്ല, അതുപോലെ കുഴികളുണ്ട്. പിന്നെ നമ്മളത് കവർ ചെയ്ത് പോകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നപ്പോൾ എൻ്റെ പൊന്നു ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അതായത് ഒരു മരം ക്രോസ് ചെയ്ത് വീണ് കിടക്കുകയാണ്. അതുപോലെ കാടാണ്, നമുക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഡാർക്കായിട്ടുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഇതുപോലെ കാടാണ്. ഇതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. പുറത്തിറങ്ങിയ കാലം അട്ട കയറും. പിന്നെ നമ്മൾ ഏകദേശം മേളിലേക്ക് കയറി അതിന്റെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ ഇത്രയും വ്യൂ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ഓർത്തില്ല. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ഹൈലൈറ്റ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ നമുക്ക് ഇതിവിടെ വന്നപ്പം. കാരണം ഇത്രയും ദൂരം ഓടി വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ വ്യൂ കണ്ടത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളൊന്നും പാളിപ്പോയില്ല. നമ്മളിത് ഫൈനലി നമ്മൾ ഇടുക്കി ഡാം വ്യൂ കാണുന്ന സ്പോട്ടിലെത്തി. ഇവിടേക്ക് വരാൻ വേറെ വഴിയുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം കറങ്ങിയാണ് വന്നത്. പക്ഷേ ഇത് കണ്ടു, നമ്മൾ നമ്മുടെ വ്യൂ കണ്ടു. ഇടുക്കി ഡാമിലെ ഡാം വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസം നോക്കിയേ. വെള്ളം കെട്ടി നമ്മൾ കാൽവരുമണ്ടിലൊക്കെ പോയി നിന്ന് കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സ്പോട്ട് കിടുവാണ്. അവിടുന്ന് വന്നപ്പോൾ ഇവിടാണ് വരുന്നത് നമുക്ക് അറിയത്തുമില്ലായിരുന്നു. ഒരു ഭയങ്കര സർപ്രൈസ് ആയി പോയി. എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. ഏലിയാസും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിച്ചേരുന്നതെന്ന്.
എന്തായാലും കേസ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ വന്നത് വെറുതെ ആയില്ല. നമുക്ക് ഭയങ്കര മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു സ്പോട്ടിൽ നമ്മളെത്തി. നമുക്ക് നല്ലൊരു റൈഡ് കിട്ടിയെന്ന്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പുതിയൊരു കമ്പനിയും കിട്ടിയിട്ടുണ്ട്. പുള്ളി പഠിക്കാൻ പോയി. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഇതുപോലെ പോകാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നിങ്ങളെന്നധികം വലിയ മുഷിപ്പിക്കാതെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. ടിൽ ദെൻ, സൈനിങ് ഓഫ് ഫ്രം ആൽബിൻ ഷോയ്. താങ്ക് യു ഫോർ വാച്ചിങ്.